മോർണിംഗ് ടു ആൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറിയ 1-2 ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തു. ഡെബിറ്റ് ഐറ്റം, ക്രെഡിറ്റ് ഐറ്റം ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേണൽ. ജേണലിൽ ട്രാൻസാക്ഷൻസ് എങ്ങനെ എൻ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷനിലെ ഡുവൽ ആസ്പെക്ട്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എൻട്രി പാസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ജേണൽ എൻട്രി പാസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസ് ജേണലിൽ എൻ്റർ ചെയ്യുന്ന പ്രോസസ്സിനാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. അതായത് ദി പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേണൽ ഈസ് കാൾഡ് ജേണലൈസിങ്. ജേണലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസ് ജേണൽ ബുക്കിൽ എൻ്റർ ചെയ്യുന്നതിന് ജേണലൈസിങ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഫ്രം സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ടു ജേണൽ. എല്ലാ ജേണൽ എൻട്രിക്കും ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു സംഗതി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പർച്ചേസ് ബില്ലുണ്ടാവും അല്ലേ? അങ്ങനെ എന്തായാലും ഇപ്പോൾ സെയിൽസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഒരു ബില്ലുണ്ടാവും. അങ്ങനെ എല്ലാ ജേണൽ എൻട്രിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് ജേണൽ ബുക്കിലാണ് എൻ്റർ ചെയ്യുന്നത്. ഈ ബുക്കിൽ കോളംസ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, ഇത്രയും കോളംസാണ് ഉണ്ടായിരിക്കുക. അതായത് ഡേറ്റ് വൈസ് റെക്കോർഡിംഗ് ആണ് ജേണൽ ബുക്കിൽ വരുന്നത്. അപ്പോൾ ക്രോണോലോജിക്കൽ ഓർഡറിലാണ് നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ടത്. അതായത് ഇൻ ദ ഒക്കറൻസ് ഓഫ് ഈവൻറ്റ് എങ്ങനെയാണോ സംഭവിച്ചത് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് റെക്കോർഡ് ചെയ്യണം. ഡേറ്റ് എഴുതണം, എൻട്രി എങ്ങനെയാണെന്നുള്ളത് ആ പർട്ടിക്കുലേഴ്സിൽ കാണിക്കണം. പിന്നെ ലെഡ്ജർ ഫോളിയോ കോളം, അതായത് ലെഡ്ജറിൻ്റെ പേജ് നമ്പർ എൻ്റർ ചെയ്യാനാണ് ലെഡ്ജർ ഫോളിയോ കോളം. പിന്നെ ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, അങ്ങനെ 2 എമൗണ്ട് കോളംസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് ആൻഡ് ട്രേഡ് ഡിസ്കൗണ്ട്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് എന്നുള്ള പ്രോസസ്സിനെ എൻകറേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പർച്ചേസ് ചെയ്യുന്നതിൽ കിഴിവ് കൊടുക്കും. അത് നോക്കാം. അങ്ങനെ കിഴിവ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് ദി എമൗണ്ട് അലൗഡ് ബൈ ദി സെല്ലർ ടു ദി ബയർ ഓൺ പർച്ചേസ് പ്രൈസ് ടു എൻകറേജ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. ശരിയായ പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ആ പർച്ചേസ് എന്നുള്ള പ്രോസസ്സിനെ എൻകറേജ് ചെയ്യിക്കാൻ വേണ്ടി ഒരു ഡിസ്കൗണ്ട് അലോ ക്യാഷിൽ ഒരു ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നു. അതിനെയാണ് നമ്മളിവിടെ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ക്യാഷ് ഡിസ്കൗണ്ട് ടേക്കൺ ബൈ ദി ബയർ ഈസ് കാൾഡ് എ ഡിസ്കൗണ്ട് ഓൺ പർച്ചേസസ്. അടുത്തത് ക്യാഷ് ഡിസ്കൗണ്ട് ഗ്രാൻറ്റഡ് ടു ദി കസ്റ്റമർ ഈസ് നോൺ ആസ് ഡിസ്കൗണ്ട് ഓൺ സെയിൽസ്. അപ്പോൾ ഡിസ്കൗണ്ട് ഓൺ സെയിൽസ് ഉണ്ട്, ഡിസ്കൗണ്ട് ഓൺ പർച്ചേസ് ഉണ്ട്. പർച്ചേസിൻ്റെ മേലെ ഉള്ള ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കിഴിവ്, അത് ഡിസ്കൗണ്ട് റിസീവ്ഡ്.
ഇനി നമ്മൾ സെയിൽസ് നടത്തുമ്പോൾ അതിൻ്റെ മേലെ വരുന്ന ഡിസ്കൗണ്ട്, അത് ഡിസ്കൗണ്ട് ഓൺ സെയിൽസ്. ആ ഡിസ്കൗണ്ടാണ് ഡിസ്കൗണ്ട് അലൗഡ്. അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസീവ് ചെയ്യുന്ന ഡിസ്കൗണ്ടാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. അത് ഡിസ്കൗണ്ട് ഓൺ പർച്ചേസസ്. പിന്നെ ഡിസ്കൗണ്ട് ഓൺ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്ന സമയത്ത് ഡിസ്കൗണ്ട് ചെയ്യുന്നത്, അത് ഡിസ്കൗണ്ട് അലൗഡ്. നമ്മൾ മറ്റൊരു ആൾക്ക് ഡിസ്കൗണ്ട് അലോ ചെയ്ത് കൊടുക്കുന്നത്, ഡിസ്കൗണ്ട് അനുവദിച്ച് കൊടുക്കുന്നത് ഡിസ്കൗണ്ട് അലൗഡ്. ഇനി നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് എ ഡിഡക്ഷൻ ഫ്രം ലിസ്റ്റ് പ്രൈസ് അലൗഡ് ബൈ ദി ഹോൾസെയിലർ ടു ദി റീറ്റെയിലർ. ഹോൾസെയിലർ റീറ്റെയിലർക്ക് അനുവദിച്ചു കൊടുക്കുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡിൻ്റെ മേലെയുള്ളതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അടുത്ത കാര്യം നമുക്ക് പഠിക്കാനുള്ളത് ഡ്രോയിങ്സ്, അതായത് വിഡ്രോവൽസ്. അസറ്റ്സ് ടേക്കൺ ഔട്ട് ഓഫ് ദി ബിസിനസ് ബൈ ദി proprietor for his personal use are known as withdrawals or drawings. അതായത് പ്രോപ്രൈറ്റർ പേഴ്സണൽ യൂസിന് ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് വിഡ്രോവൽസ് അഥവാ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ചില സമയത്ത് പ്രോപ്രൈറ്റർ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തെന്ന് വരാം. വെൻ ക്യാഷ് ഈസ് വിഡ്രോൺ ബൈ ദ പ്രോപ്രൈറ്റർ ഫോർ പേഴ്സണൽ യൂസ് ഫ്രം ദി ബിസിനസ്, ദെൻ എൻട്രി ഈസ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതായത് ബിസിനസ്സിൽ നിന്ന് പ്രോപ്രൈറ്റർ ക്യാഷ് വിഡ്രോ ചെയ്യുന്നു പേഴ്സണൽ യൂസിന് എങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നുള്ളതാണ് എൻട്രി വരിക. അതായത് പേഴ്സണൽ യൂസിന് ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്തു, ഡ്രോയിങ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. പിന്നെ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, എന്താ ബിസിനസ്സിൽ നിന്ന് പോയത്? ക്യാഷാണ്. അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ഒരു പക്ഷേ ചിലപ്പോൾ പ്രോപ്രൈറ്റർ പേഴ്സണൽ യൂസിന് പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ആവും വിഡ്രോ ചെയ്തെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഗുഡ്സ് എന്തെങ്കിലും. ആ കേസിൽ വെൻ ഗുഡ്സ് ആർ വിഡ്രോൺ by the proprietor, then entry is proprietor's drawings account debtor to purchases. അതായത് ബിസിനസ്സിലേക്ക് പർച്ചേസ് ചെയ്ത സാധനങ്ങളിലാണ് കുറവ് വരുന്നത്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം, ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് പ്രോപ്രൈറ്റർ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്താൽ ഉള്ള കാര്യമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിട്ടേൺസ് ആണ്. അതായത് ബിസിനസ്സിലേക്ക് പർച്ചേസ് ചെയ്ത സാധനം റിട്ടേൺ ചെയ്യുന്നതും, അതേപോലെ ബിസിനസ്സിൽ നിന്ന് വിറ്റുപോയ സാധനം തിരിച്ചു വരുന്നതും. അങ്ങനെ രണ്ട് കേസുണ്ട്. ഒന്ന് പർച്ചേസ് റിട്ടേൺ, മറ്റേത് സെയിൽസ് റിട്ടേൺ. അത് നമുക്ക് നോക്കാം. വെൻ ഗൂഡ്സ് പർച്ചേസ്ഡ് ഓൺ അക്കൗണ്ട് ആർ റിട്ടേൺഡ് ടു ദി സപ്ലയർ ഓവിങ് ടു unsatisfactory quality or error in price is called purchase returns or return outwards.
അതായത് ബിസിനസ്സിലേക്ക് സാധനങ്ങൾ മേടിക്കുന്ന കേസിൽ എന്തെങ്കിലും അൺസാറ്റിസ്ഫാക്ടറി ക്വാളിറ്റി കാരണം കൊണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടി വന്നു എന്ന് വെച്ചാൽ, അങ്ങനെ റിട്ടേൺ ചെയ്യുന്നതിനാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അതായത് പർച്ചേസ് ചെയ്ത സാധനം റിട്ടേൺ ചെയ്യുന്നു, അതാണ് പർച്ചേസ് റിട്ടേൺ. അതായത് ബിസിനസ്സിലേക്ക് വന്ന സാധനം പുറത്തേക്ക് പോകുന്നു, അതുകൊണ്ട് അതിനെ മറ്റൊരു പേര് പറയുന്നു റിട്ടേൺ ഔട്ട്വേർഡ്സ്. ബിസിനസ്സിനുള്ളിലേക്ക് വന്നത് ബിസിനസ്സിൽ നിന്ന് പുറത്തു പോകുന്നു, അപ്പോൾ റിട്ടേൺ ഔട്ട്വാർഡ്. ഇതിൽ എൻട്രി എന്ന് പറയുന്നത് സപ്ലയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺസ്. പർച്ചേസ് റിട്ടേണിനെ ക്രെഡിറ്റ് ചെയ്യണം, സപ്ലയറെ ഡെബിറ്റ് ചെയ്യണം. അതായത് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുകയാണ് ക്രെഡിറ്റിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു സപ്ലയേഴ്സ് അക്കൗണ്ട് എന്നാണ് എൻട്രി എഴുതുക. ആ കേസിൽ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, സപ്ലയറിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ആ സാധനം തിരിച്ചയക്കുന്ന സമയത്ത് ആ പർച്ചേസ് അക്കൗണ്ടിൽ കുറവ് വരണം, അപ്പോൾ അതിൻ്റെ റിവേഴ്സ് വരണം. അതുകൊണ്ടാണ് ഇവിടെ പർച്ചേസ് എന്നുള്ള ആ അക്കൗണ്ടിൽ കുറവ് വരണം, സപ്ലയറുടെ അക്കൗണ്ടിലും അതേ പ്രകാരം തന്നെ വ്യത്യാസം വരണം. അതിനാണ് ഇവിടെ സപ്ലയേഴ്സിനെ ഡെബിറ്റ് ചെയ്തത്, പർച്ചേസ് റിട്ടേൺസിനെ ക്രെഡിറ്റ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സെയിൽസ് റിട്ടേൺസ് ആണ്. അതായത് വിറ്റ സാധനം തിരിച്ചു വരുന്നു ബിസിനസ്സിലേക്ക്. ഇഫ് ഗൂഡ്സ് വൺസ് സോൾഡ് ബൈ ദി ബിസിനസ് ആർ റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ്, ഇറ്റ് ഈസ് കാൾഡ് സെയിൽസ് റിട്ടേൺസ്. നമ്മൾ ഒരിക്കൽ വിറ്റ സാധനം ബിസിനസ്സിലേക്ക് തിരിച്ചു വരുന്നു, അതിനെ സെയിൽസ് റിട്ടേൺസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറയുന്നു. അതായത് സെയിൽസ് നടത്തുന്ന സമയത്ത് ബിസിനസ്സിൽ നിന്ന് പോകുന്നു, ആ പോയ സാധനം വീണ്ടും ബിസിനസ്സിന് ഉള്ളിലേക്ക് വരുന്നു, അപ്പോൾ റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറയുന്നു. എൻട്രി വരുന്നത് സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമേഴ്സ് അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, കസ്റ്റമേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പോർഷനുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.